ഗൈസ് എന്താണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ ക്യാമറയും കൂടി അങ്ങ് കഴിക്കാൻ പാടില്ലേ? സത്യം പറയാലോ, ഇറങ്ങി നിന്നിട്ട് സൗണ്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കയറി ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സായി. 100K ആയോ? അല്ല, 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ അത്ര ആഘോഷിക്കാനുള്ളത്? സത്യം പറയാലോ, എനിക്കിത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഒട്ടും വിചാരിച്ചില്ല 100 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവുമെന്ന്. അത് 12ാമത്തെ വീഡിയോയിലാണ് നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് ആവാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെന്തോ പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, എൻ്റെ ഓഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ഓഡിയോ ഭയങ്കര സ്പീഡാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ എന്നെ കൂടെ കൂട്ടി. അതെനിക്കെന്തോ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചു, കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നത്, ഓഡിയോ ഭയങ്കര സ്പീഡാ, അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. സത്യം പറയാലോ, ഞാൻ നോർമലി സംസാരിക്കുന്നതിന് ഭയങ്കര സ്പീഡിലാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫുൾ എനിക്ക് പറയണം. അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ നോർമലി എനിക്കിങ്ങനെ ഭയങ്കര സ്പീഡ് വന്നു പോണതാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ സ്പീഡ് കൂടുതലാണ്. എന്നിട്ട് ഞാൻ സ്പീഡ് കുറച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നതാണ്. അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നീട് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു കറക്റ്റ് മനസ്സിലാവും, ഇന്ന ടൈമിൽ ഇന്ന സ്പീഡിൽ മതി എന്നുള്ളൊരു സാധനം. അത് നമ്മൾ കറക്റ്റ് ആയിക്കോളും. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ ചേച്ചി വീഡിയോയ്ക്ക് ഒന്ന് ക്ലാരിറ്റി ഇല്ലാത്ത, വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റി ആവാട്ടോ, അതെന്താ, അതങ്ങനെ എന്താന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാലോ, ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോൺ 2 റബ്ബർ ബാൻഡിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളതൊക്കെ തമാശയായിട്ട് എടുത്തു. എന്ത് ചെയ്യാനാ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ പോലും ആളുകൾ എന്നെ നോക്കി ചിരിക്കും. ഞാൻ മേ ബി പറയണതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അത് പോട്ടെ. സത്യം പറയാലോ, എൻ്റെ ഫോൺ ഇതാണ് എൻ്റെ ഫോണ്. ഇതിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഫോണിലാണ്. ഈ ഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 റബ്ബർ ബാൻഡിൻ്റെ ബലത്തിലാണ്. കൂടുതലും ഈ റബ്ബർ ബാൻഡിൻ്റെ ബലത്തിലാണ് ഇത് ഓൺ ആവുന്നതും ഓഫ് ആവുന്നത്. ഈ റബ്ബർ ബാൻഡ് പോയി കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല. ഓൺ ആവാൻ ഭയങ്കര പാടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് പോയാൽ ഇവിടെ തുറന്നു വരും. അതങ്ങനെ കുറേ എന്താ പറയണേ, CID മ്യൂസിയത്തിൽ മറ്റേ കാറിൻ്റെ ഒരു പവർ പോലെയാണ് ഈ ഒരു ഫോണിൻ്റെ പവർ. ലൈറ്റായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓണാക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെത്താനെ ഓണായി ഇത് ഈ റബ്ബർ ബാൻഡ് മാറ്റി കഴിഞ്ഞാൽ ഇത് തുറന്ന് തന്നെത്താനെ ലൈറ്റൊക്കെ വരും. എന്ത് ചെയ്യാനാണ്, ഫുൾ പവറാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നമുക്കില്ല എന്നുള്ളൊരു സംഭവമാണെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നെങ്കിൽ പോലും എന്താണ്, എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലേ, അതിന് നമ്മൾ എന്താ പറയുക, ആ ബുദ്ധിമുട്ട് സഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞ ഹലോ ഗൈസ് എന്താണ്, അങ്ങനെ പറഞ്ഞാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വോയിസ് ഓവറും കുറച്ച് പാടാണ്. എന്ന് പറഞ്ഞാൽ രാത്രി ഇരുന്ന് എനിക്ക് എഡിറ്റ് ചെയ്യണേ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് ചുറ്റിനും സൗണ്ടൊന്നും പാടില്ല, നമ്മൾ വോയിസിൽ നോയ്സ് വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം ശരിയാവും എന്നുള്ളൊരു ഹോപ്പിൽ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഹോപ്പൊക്കെ കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാനലിന് അല്ലെങ്കിൽ വീഡിയോസിന് ക്ലാരിറ്റി കുറവുള്ളത്. ഈ ഒരു ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെന്നോട് ക്ഷമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്കത് ചില സമയത്ത് കാണുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്, കാര്യം എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലല്ലോ എന്നോർത്ത്. പക്ഷെ എല്ലാം ശരിയാവും, അങ്ങനെ ഒരു ഹോപ്പിൽ വിചാരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ വീഡിയോസ് ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ നല്ല ഫോൺ വാങ്ങിച്ച് നല്ല വീഡിയോസ്, നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോസ് വരും. അപ്പോൾ എന്താ പറയണേ, ഇതിൽ നിന്നും അതിലേക്ക് എത്തിയല്ലോ എന്നുള്ളൊരു പ്രൗഡ് നമുക്കുണ്ടാവുമല്ലോ, അതിനൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ചിലവരെന്നോട് ചോദിച്ചു, എന്താണ് എന്നാൽ പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടൂടെ, അങ്ങനെ ചോദിച്ചു. സത്യം പറയാലോ, എനിക്ക് എക്സ്ക്യൂസസുകൾ ഒരുപാടുണ്ട്. ഞാനിതും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നെ ചെയ്താൽ പിന്നെ നടക്കില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാവും, ദാറ്റ്സ് ഓൾ. പിന്നെ എനിക്ക് ഫൈനലി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എത്തിക്കുക, അല്ലെങ്കിൽ ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനൊരു കൊച്ചിൻ്റെ ചാനലാണ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ചിലവർക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെന്നില്ല, അതാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ചാനൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും, എൻ്റെ സംസാരം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഹോപ്പ് എൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു ഹോപ്പ് കൊണ്ടാണ് ഞാൻ വീഡിയോസ് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തളർത്താൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ.
എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു പറയുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ വന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ പറയാനും വേണ്ടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.